ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പൊതിച്ചോറാണേ. ആദ്യം തന്നെ ചമ്മന്തിയിൽ നിന്ന് തുടങ്ങിയാലോ. ഇതിനു വേണ്ടി ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് പുളി, ഒരു പച്ചമുളക്, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. അടുത്തതായി ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് ഇതിനേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങ, ഒരു വെളുത്തുള്ളി അല്ലി, കുറച്ച് പച്ചമുളക്, അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇത്രയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ബീട്രൂട്ടും തയ്യാറായിട്ടുണ്ട്. അടുത്തതായി കൊഞ്ചാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കഴുകി വച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് കൊഞ്ചിനെ നന്നായി മിക്സ് ചെയ്യുക. ഇനി കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കൊഞ്ചിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. കൊഞ്ച് ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. അടുത്തതായി മുട്ട പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, മുട്ട, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് മുട്ട നന്നായി മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കുക.
അങ്ങനെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുക. ചമ്മന്തി വെച്ച് കൊടുക്കാം. അടുത്തതായി തോരൻ വയ്ക്കാം. കുറച്ച് മാങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. വാഴയില നന്നായി പൊതിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം എടുത്താൽ സ്വാദിഷ്ടമായ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.